എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അലീനയും ശരണ്യയും സംസാരിച്ചു നിൽക്കുകയാണ്. ശരണ്യോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് അവളുടെ അമ്മയുടെ ഫോൺ കൊടുക്കാൻ അലീന ആവശ്യപ്പെടുകയാണ്. അലീന അമ്മയോടായി, അമ്മ അവള് കഴിക്കുന്നൊക്കെ ഉണ്ടോ, അവൾ ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ എന്നൊക്കെ അലീന വിവരം തിരക്കുന്നുണ്ട്. അവളുടെ കൂടെ തന്നെ നിൽക്കണമെന്നാ അലീന ആവശ്യപ്പെടുന്നത്. എന്നാ ശരി അമ്മേ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് അലീന ഫോണും കട്ട് ചെയ്യുന്നു. ഈ സമയം ബാലചന്ദ്രനാകട്ടെ സ്റ്റാൻലിയെ കാണാനായിട്ട് ഹോട്ടലിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപാടെ ഫോൺ ചെയ്ത് സ്റ്റാൻലിയെ അറിയിക്കുന്നുണ്ട്. സ്റ്റാൻലി അകത്തേക്ക് വരാനായിട്ട് അനുവാദവും കൊടുക്കുന്നു. ഞാൻ റിസപ്ഷന് പറഞ്ഞിട്ടുണ്ട്, കയറി വരാനായിട്ടാണ് സ്റ്റാൻലി ആവശ്യപ്പെടുന്നത്. അങ്ങനെ ബാലചന്ദ്രനും സ്റ്റാൻലിയും വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നു. കയറി വന്ന പാടെ ബാലിനോട്ട് ഇരിക്കാനായിട്ട് സ്റ്റാൻലി ആവശ്യപ്പെടുന്നുണ്ട്. ബാലൻ അയാളുടെ ചില വിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴേ എത്തിയേ, എപ്പം മടങ്ങുമെന്നൊക്കെ, അതിനുശേഷം എന്തിനാ എന്നെ വിളിച്ചതെന്നും കൂടി ചോദിക്കുന്നുണ്ട്. മറുപടി സ്റ്റാൻലി താൻ കുളത്തുപുഴ വീട്ടിൽ വന്ന് ഒരു ബോംബിട്ടിട്ട് പോയി. എനിക്കൊരു മകളുണ്ടെന്നുള്ള വിവരം, അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നും മറ്റും, അവളുടെ അമ്മ വൈജയന്തിയാണെന്നും നിങ്ങളന്ന് പറഞ്ഞില്ലേ, അവളിപ്പോ നിങ്ങളുടെ വീട്ടിൽ സെർവൻ്റ് ആണെന്നും വൈജയ്ക്ക് ആ കാര്യം അറിയത്തു പോലുമില്ലെന്നും എന്നൊക്കെയല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്, എന്താ ഓർക്കുന്നില്ലേന്നാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. മാത്രമല്ല അലീന എൻ്റെ മകളാണെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖകളും നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ മാത്രം അലീന എങ്ങനെയാണ് വൈജയുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞത്? നിങ്ങളുടെ കൂടെയുള്ള മറ്റുള്ളവർക്ക് ആർക്കും തന്നെ അലീനെ തിരിച്ചറിയാൻ പറ്റാതെ പോയതിലും എന്തെങ്കിലും ഒരു കാരണമില്ലേ? അതെന്തെന്നറിയാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതെന്തായാലും ഞാൻ വിശദമായിട്ട് പറയാമെന്ന് ബാലൻ സമ്മതിക്കുന്നു. അതേപോലെ എനിക്കും ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയാനുണ്ട്. ബാലൻ അങ്ങനെ തന്റെ ചോദ്യങ്ങൾ ഓരോന്നായി ചോദിക്കുന്നു. നിങ്ങൾക്ക് മുമ്പ് കുളത്തൂർപ്പുഴയിൽ വീടൊന്നും ഇല്ലായിരുന്നല്ലോ, പുനലൂരിലല്ലായിരുന്നോ നിങ്ങളുടെ വീട്? അവിടെയായി സ്റ്റാൻലി. അതെ, ഞാൻ വിരമിച്ച ശേഷമാണ് കുളത്തൂർപ്പുഴയിലുള്ള വീടും എസ്റ്റേറ്റും ഒക്കെ ഞാൻ മേടിച്ചത്. കേൾക്കുന്ന ബാലൻ, പുനലൂരും പാലയും തമ്മിൽ കൂടിപ്പോയ 3 മണിക്കൂറിന്റെ ഡിസ്റ്റൻസ് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം മാത്രമല്ല പണ്ടും. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും വൈജയെ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷണത്തിന് മുതിരാഞ്ഞെന്ന ബാലന്റെ ചോദ്യം. ഇത് കേൾക്കുന്ന സ്റ്റാൻലി, ഞാൻ അന്വേഷിച്ചിട്ടില്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. 2 തവണയാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു എന്നത്. അതിന് പിന്നാലെ എനിക്കായി അവർ ഒരു ബൈക്ക് ആക്സിഡന്റും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ കണക്കൂട്ടലെല്ലാം തന്നെ തെറ്റി. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കസിനാണ് മരണപ്പെട്ടത്. അതിനുശേഷം 3 മാസത്തോളം ഹോസ്പിറ്റൽ വാസം, പിന്നെ 2 മാസത്തോളം വീട്ടിലെ ബെഡ് റെസ്റ്റ്. അതിനുള്ളിൽ തന്നെ തെളിവുകളെല്ലാം അയച്ചുകളയാനുള്ള സാവകാശം അവർക്ക് കിട്ടി. കേട്ടപാടെ ബാലൻ ചോദിക്കുന്നുണ്ട്, ആരൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ ആ ആക്സിഡന്റ് പിന്നിൽ നിന്ന് നിങ്ങൾക്ക് അറിയുമോ? ശിവശങ്കര മേനോനും രാജീവ് മേനോനും അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഇതിനെല്ലാം പിന്നിൽ കുഞ്ഞിരാമ മേനോനും ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കണ്ണു തുറന്ന് ഞാനിതെല്ലാം മൊഴി കൊടുക്കുമ്പോൾ തന്നെ 3 മാസം കഴിഞ്ഞിരുന്നു. 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതുകൊണ്ട് തന്നെ അന്നൊന്നും CCTV ക്യാമറകൾ അത്ര സജീവമല്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അന്വേഷണമൊന്നും നടത്തിയില്ലെന്നാ ബാലേന്ദ്രൻ ചോദിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണം കൊണ്ട് പ്രത്യേകിച്ച് ഫലമുണ്ടാവുമെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട് തന്നെ ഞാൻ അതെല്ലാം അവസാനിപ്പിച്ചു. എങ്കിൽ തന്നെ പ്രതികാരം ചെയ്യാനാണെങ്കിൽ ഞാൻ ആരോടൊക്കെ പ്രതികാരം ചോദിക്കണം? നിരാമമേനോനോടോ, അതോ അയാളുടെ 3 ആൺമക്കളോടോ, വൈജയോടോ? ഒരു പക്ഷേ നിങ്ങൾക്കും ഇതിലൊക്കെ പങ്കില്ലേന്ന് ബാലനോട്. എന്തായാലും നിങ്ങളൊരു ചായ കുടിക്കുമെന്ന് പറഞ്ഞ് ബാലനായി സ്റ്റാൻലി ഒരു ചായ ഓർഡർ ചെയ്യുന്നു. ഈ സമയം ബാലൻ വിളിച്ച പ്രകാരം ഗോവർദ്ധനാകട്ടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ഗോവർദ്ധനെ കണ്ടപാടെ ബാലൻ മറന്നുവെച്ച ബാഗ് അലീനെ ഏൽപ്പിക്കുന്നുണ്ട്. അച്ഛൻ എവിടേക്കാ പോയതെന്ന് അറിയില്ലെന്ന് അലീന പറഞ്ഞത് കേട്ടപാടെ ഗോവർദ്ധൻ ഫോൺ ചെയ്യുന്നു. അതിന്റെ ശേഷം ബാലൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വീട്ടിലേക്ക് പോയത്? നിന്നോട് ഇങ്ങോട്ടേക്ക് വരാനല്ലേ പറഞ്ഞത്? ബാലേട്ടൻ വരാൻ പറഞ്ഞപ്പോ വീട്ടിലേക്കായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചതെന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. അങ്ങനെ ഗോവർദ്ധനൻ അലീന കയ്യിരിക്കുന്ന ബാഗ് വീണ്ടും മറന്നു വെക്കുമ്പോൾ അത് അലീന ഗോവർദ്ധന് നേരെ നീട്ടുന്നു. അതിനുശേഷം അതിൽ അമർത്തി പിടിച്ചിട്ട് അലീന വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്, ഗോവർദ്ധൻ അങ്കിളിന് എന്താ പെട്ടെന്നൊരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് അലീനയുടെ ചോദ്യം. പ്രശ്നമോ? പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഇപ്പം തന്നെ ഞാൻ ഒരുപാട് വൈകിയില്ലേ, ലേറ്റായിട്ട് ചെല്ലുന്നത് ബാലേട്ടന് ഇഷ്ടമല്ല, ചിലപ്പോൾ അതായിരിക്കും എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇപ്പോൾ ഒരു ചോദ്യം ബാലനോടെ ചോദിക്കുന്നു. അലീനയുടെ മറ്റു ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. മറുപടിയെ ബാലൻ, വൈജ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അലീനെ പ്രസവിച്ചത് തന്നെ. കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചു എന്നാ വൈജയെ ധരിപ്പിച്ചത് പോലും. കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ വൈജയും അവളുടെ കൂടെ ഉണ്ടായിരുന്നവരും അത് വിശ്വസിച്ചു. കേൾക്കുന്ന സ്റ്റാൻലി, കാശുള്ളവർക്ക് എന്തുമാകാമല്ലോ, അത് ഇക്കാലത്ത് നടപ്പുള്ളതല്ലേ എന്നാണ് ബാലനോട് ചോദിക്കുന്നത്. അതിനുശേഷം കുഞ്ഞിരാമ മേനോനും അയാളുടെ ഭാര്യയുടെ സഹോദരനും കൂടെ ചേർന്ന് കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ അലീനെ ഉപേക്ഷിച്ചു. ബാലൻ തുടരുകയാണ്. ബ്രിജിത്തമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഈ സ്നേഹഗീതനം എന്ന ഓർഫനേജ് നടത്തിക്കൊണ്ട് വന്നത്. ഏകദേശം 22.5 വർഷക്കാലം അലീന അവിടുത്തെ അന്തേവാസിയായിരുന്നു. അവർക്കാകട്ടെ കരൾ രോഗം ബാധിച്ച് മരണത്തിന് കീഴടങ്ങുമെന്നായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളെയെല്ലാം മറ്റു ഓർഫനേജുകളിലേക്ക് ഏൽപ്പിച്ചു. അലീനയെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അവർ കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചത്. ഇതെല്ലാം തന്നെ വളരെ പുച്ഛ മനോഭാവത്തോടുകൂടിയാണ് ബാലൻ പറയുന്നത്. അന്ന് കൈദികൾ കുഞ്ഞിരാമ മേനോനാകട്ടെ മരണത്തെ കാത്തിരിക്കുകയും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മൂപ്പർ നേരെ സ്നേഹനികേതത്തിൽ പോയി അലീനയെ കണ്ടു. പാലൊടിഞ്ഞെടുക്കുന്ന തന്റെ ഭാര്യയെ ശുശ്രൂഷിക്കാനായി ഒരു ഹോം നഴ്സ് എന്ന വ്യാജനെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാമെന്ന് അയാൾ അവരോട് സമ്മതിച്ചു.
ഞാൻ വൈകാതെ തന്നെ പ്രിജിത്താമ്മയും പിന്നെ കുഞ്ഞിരാമേനോനും മരണപ്പെട്ടു. പിന്നെ ഞാനും ശിവശേഖര മേനോന്റെ മകനും കൂടെ ചെന്നാണ് അലീനെ അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അലീനയ്ക്ക് അറിയോ അത് അവളുടെ അമ്മ വീടാണെന്ന് സ്റ്റാൻലി ഇപ്പോൾ ബാലനോടായി ചോദിക്കുന്നു. ഇവിടെ ബാലൻ ബ്രിജിത്തമ്മ മരിക്കുന്നതിന് മുമ്പായി എല്ലാ വിവരവും അലീനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളായിട്ട് ഒരിക്കലും ഈ സത്യങ്ങളൊന്നും ആരെ അറിയിക്കരുതെന്ന് വാക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലീന ആരെയും ഒന്നും അറിയിക്കാതെ ഇപ്പോഴും അവിടെയുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ നിങ്ങൾ മാത്രം ഇങ്ങനെ അലീനയാണ് വൈജിയുടെ മകളെന്ന് അറിഞ്ഞു എന്നാണ് സ്റ്റാൻലിയുടെ ചോദ്യം. മറുപടിയെ ബാലൻ, എനിക്ക് പലപ്പോഴും അവളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ഫോൺ കോളുകൾ ഞാൻ റെക്കോർഡ് ചെയ്യാനിടയായി. മാത്രമല്ല ഓർഫനേജിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിക്ക് എല്ലാ വിവരങ്ങളും അറിയാമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരുമായുള്ള ഒരു സംഭാഷണത്തിൽ നിന്നാണ് എനിക്ക് സംശയം തോന്നി തുടങ്ങിയത്. എന്നിട്ടും കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു. കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ നേരെ ഗംഗാധര മേനോൻ്റെ അടുത്തേക്കാണ് പോയത്. അവിടെ ചെന്ന് ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രമേ അയാളുടെ ചോദിച്ചുള്ളൂ. വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് തന്നെ ഗംഗാധര മേനോൻ അടിയുറവ് പറഞ്ഞു. കൂട്ടത്തിൽ ഞാനും തന്നെ തകർന്നുപോയി. കാരണം വൈജി അത്രത്തോളം ആഗ്രഹിച്ച് വിവാഹം കഴിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ കൺമുമ്പിൽ തന്നെയാണ് വൈജി ജനിച്ചതും പഠിച്ചതും വളർന്നതും എല്ലാം തന്നെ. പണ്ടൊരിക്കൽ ഒരു ലവ് ലെറ്റർ കൊടുത്തതിൻ്റെ പേരിൽ കുഞ്ഞിരാമമേനോനെ വീട്ടിലേക്ക് വിളിച്ച് അതിൻ്റെ മുറ്റത്ത് വെച്ച് കർണത്തടിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ, എത്ര കഷ്ടപ്പെട്ട് എത്ര പണമുണ്ടാക്കിയിട്ടാണെങ്കിലും വൈജയന്തി ഞാൻ തന്നെ കല്യാണം കഴിക്കുമെന്നുള്ളത്. പക്ഷേ അവളെ ഏത് രൂപത്തില് എൻ്റെ കയ്യിൽ കിട്ടിയെന്നറിയാവുന്ന ഒരേ ഒരാൾ അത് നിങ്ങളല്ലേ എന്നാ ബാലൻ ചോദിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.